ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. വളരെ വ്യക്തമായിട്ടാണ് ഈ സുവിശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പൊതുവേ ഇതിനെ പറയുക സിൻ ഓഫ് ഒമിഷൻ, അതായത് ഉപേക്ഷയാലുള്ള പാപം. ധനവാൻ ആ ദരിദ്രനെ പരിഗണിച്ചില്ല. അത് അക്ഷരാർത്ഥത്തിൽ ധനം, അതായത് സമ്പത്തുള്ള അവസ്ഥ, സമ്പത്തില്ലാത്ത അവസ്ഥ, അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു വാക്ക് പറഞ്ഞൊരാളെ ആശ്വസിപ്പിക്കുക, നമുക്ക് അങ്ങനെയൊക്കെ സഹായം ചെയ്യാമല്ലോ. ചില ആളുകളെ പുച്ഛിക്കും, ചില കുറവുകളുള്ളവരെ കളിയാക്കും പരസ്യമായിട്ടും. അങ്ങനെ മനസ്സ് മടുത്ത മൈൻഡ് ബ്ലോക്കായിട്ട് ജീവിതം തകർന്നു പോയ എത്രയോ മനുഷ്യരുണ്ട് ഒരൊറ്റ ആളുടെ കമൻറ്റിനെ പ്രതി. അപ്പം അതുകൊണ്ട് അത് പലതരത്തിൽ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ ഉപേക്ഷ വരുത്തിയത്? എവിടെയാണ്? വീട്ടിലാണോ? എവിടെയാണ്? സമൂഹത്തിലാണോ? നമ്മളായിരിക്കുന്ന പരിശീലനം നടത്തിയ മേഖലകളിലാണോ? നമ്മളെവിടെയാണ് ഉപേക്ഷ വരുത്തിയത്? ആരെയാണ് നമ്മൾ അവഗണിച്ചത്? ആരെയാണ് നമ്മൾ പുച്ഛിച്ച് തള്ളിയത്? ഒരാൾ സഹായം ചോദിച്ചപ്പോൾ, എടാ എനിക്കൊന്ന് പറഞ്ഞു തരുവാടാ, എനിക്ക് ഈ കണക്ക്, ഈ ഇക്വേഷൻ ഒന്നും മനസ്സിലാവുന്നില്ലടാ, എനിക്കൊന്ന് പറഞ്ഞ്, എനിക്കിപ്പോൾ സമയമില്ല, എനിക്ക് പഠിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പലതരത്തിൽ ഇതിനെ നമ്മൾക്ക് എവിടെയാണ് സഹായമെന്നും. അപ്പോൾ ഇവൻ്റെ ഈ ദരിദ്രൻ്റെ ദരിദ്രാവസ്ഥ, അയാൾ ഭിക്ഷയാചിച്ച് അങ്ങനെ ചെന്നില്ല, എനിക്ക് തരണം എന്ന് പറഞ്ഞ് അയാളെ ശല്യം ചെയ്യാൻ ചെന്നില്ല. അയാൾ പ്രതീക്ഷിച്ചു, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഒരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. നമ്മളെ ചിലപ്പോൾ ഇങ്ങനെ തുടരെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചിലപ്പോൾ നമുക്ക് അമിതമായ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾക്ക് അങ്ങനെ നിശബ്ദമായിട്ട് മുന്നിൽ ദയനീയമായിട്ട് നോക്കുന്ന ഒരാളെ, അയാളുടെ കണ്ണുകളിലുള്ള അയാളുടെ ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹായിക്കാമായിരുന്നു. ചിലപ്പോൾ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരുന്നത് കൊണ്ടാകാം. വീട്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ആ ദരിദ്രൻ വീടിൻ്റെ പടിവാതിക്കൽ കിടക്കുന്നയാളെ കണ്ടില്ലായിരിക്കാം. ഇത് അങ്ങനെയൊക്കെ ആയിരിക്കാം. പലതരത്തിലും നമുക്ക് അതിനെ ചിന്തിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ വല്ലവരെയൊക്കെ സഹായിച്ച് കെണിയിൽപ്പെട്ട ആളുകളില്ലേ, അപ്പോൾ പിന്നെ ആരെ സഹായിക്കും? സഹായിച്ച് കെണിയിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പലരും കബളിപ്പിക്കുന്നുണ്ട്. എൻ്റെ ട്രെയിനിൽ നിന്ന് എനിക്കെല്ലാം മിസ്സായി, ഫോൺ മിസ്സായി, എനിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നന്നായി സുന്ദരമായിട്ട് ഞാൻ വഴി കിടന്ന് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞ് സുന്ദരമായിട്ട് പറ്റിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല ദയനീയത തോന്നി നമ്മൾ സഹായിക്കും. അപ്പം കുറേ കഴിയുമ്പോഴേക്കും നമുക്ക് പണി പറ്റുന്നത് അയാൾ കള്ളനായിരുന്നല്ലോ, തട്ടിപ്പുകാരനായിരുന്നല്ലോ എന്ന്. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള പ്രതിസന്ധികളും നമ്മുടെ മുന്നിൽ വരാം. അപ്പം യഥാർത്ഥത്തിൽ എന്തായാലും ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യാത്തൊരു നന്മ അത് ചെയ്യുന്നില്ലെങ്കിൽ ആ നമ്മളാൽ തന്നെ അത് ചെയ്യപ്പെടാതെ അവശേഷിക്കും. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നന്മ, എഫേസ്യർ 2:10, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളാൽ ചെയ്യപ്പെടാതെ നമ്മൾ അവശേഷിക്കും. വേറെ ആരും ചെയ്യാനുണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. കുടുംബത്തിലെ കാര്യം എടുക്കുക, മക്കളുടെ കാര്യം എടുക്കുക. നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്, അത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യാനുണ്ടാവും. ഈ ലോകത്ത് പല കാര്യങ്ങൾ പള്ളിയിലാകട്ടെ വീട്ടിലാകട്ടെ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇനി ഈ ധനവാൻ വീട്ടിൽ അങ്ങനെ ആയിരുന്ന സമയത്ത് ഇത്ര നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ അയാളെ കണ്ണുകളൊക്കെ സ്വർഗത്തിലേക്ക് നോക്കി. പണ്ടൊന്ന് നോക്കിയാൽ മതിയായിരുന്നു, പണ്ട് നോക്കിയില്ല, കണ്ടില്ല. പത്രോസ് ഈശോയെ അകലെയായി അനുഗമിച്ചിരുന്നു. അപ്പോൾ ഈശോ നോക്കിയപ്പോൾ പത്രോസ് ആ നോട്ടം കണ്ടു. നോട്ടം കണ്ടതുകൊണ്ട് പത്രോസിന് വിങ്ങിപ്പൊട്ടി കരയാൻ പറ്റി. അത് പത്രോസിൻ്റെ രക്ഷയ്ക്ക് കാരണമായി. പക്ഷേ യൂദാസ് എത്ര ഹിന്റ് കൊടുത്തു, എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ മനസ്സിലായില്ലല്ലോ. പക്ഷെ അവന് മനസ്സിലായപ്പോൾ എല്ലാം കഴിഞ്ഞുപോയി. അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലാണ്. 27-ാം അധ്യായം 3-ാം വാക്യം, അവനെ ഒറ്റുകൊടുത്ത യൂദാസ് അവന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികന്മാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. ഒരു സ്ത്രീ വന്ന് കാല് കഴുകിയപ്പോൾ ഇവൻ എന്താ പറഞ്ഞത്? അത് 300 ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ട്, കള്ളനായിരുന്നത് കൊണ്ടും. അപ്പം ഇത് വഴിയെ വന്നതാ. ചില കാര്യങ്ങൾ വഴിയെ വന്നത്, ഇപ്പം പെട്ടെന്ന് അങ്ങനെ പെട്ടുപോയതല്ല, വഴിയെ വന്നത്. അപ്പം കണ്ടില്ല. അപ്പം കണ്ടപ്പോൾ സമയവും പോയി, കണ്ടു കഴിഞ്ഞപ്പോൾ സമയം പോയി. ഇപ്പോൾ ഇതാണ് ഗർത്തം ഇല്ലേ? അപ്പുറത്ത് ലാസറുടെ മടിയിലിരിക്കുന്നു. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സഹായിക്കുന്നത് എന്നാണ്. ദൈവസഹായം, നമ്മുടെ ദൈവസഹായം ഉള്ള പുതിയ വിശുദ്ധനില്ലേ,
അതിൻ്റെ യഥാർത്ഥ പേര് ലാസർ എന്നാണ്. ലാസർ എന്ന് പറഞ്ഞാൽ ദൈവം സഹായിക്കുന്നവൻ, ദൈവം സഹായിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പം ഇതൊന്ന് കണ്ടാൽ മതിയായിരുന്നു, ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ എത്ര എത്ര അവസരങ്ങൾ കളഞ്ഞു, എത്ര എത്ര അനുദപിക്കേണ്ട അവസരങ്ങൾ ഇല്ല. വ്യഭിചാര അല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങൾ പിടിക്കപ്പെട്ടിട്ടും പിന്നെയും നല്ല നൈസായിട്ട് കളി നടത്തുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, നൈസായിട്ട് പിടിക്കപ്പെട്ടിട്ടും പിന്നെയും ആരും അറിയാതെ നല്ല നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ആളുകളില്ലേ. അപ്പോൾ എന്താ ഇവിടെയാണ് അനുതാപം കിട്ടാത്തത്? കണ്ടിട്ടും എന്താ മനസ്സിലാക്കാത്തത്? കാര്യങ്ങൾ അറിഞ്ഞിട്ടും എന്താ ഇങ്ങനെ വിവാഹ ഉടമ്പടി ലംഘിക്കുന്നത്? നമ്മൾ ധ്യാനിക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇനിയും ഇവൻ്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടോ, എന്നാ സൂപ്പർ പ്രാർത്ഥനയാ, സൂപ്പർ പ്രാർത്ഥന. ലൂക്ക 16-ാം അധ്യായം അത് 16-ാം അധ്യായം അത് 24-ാമത്തെ വാക്യമാണ്. 24 അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ, തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ, ഞാൻ ഈ അഗ്നി ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. എന്ത് സൂപ്പർ പ്രാർത്ഥനയാ ഇത്! ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ആ ട്രിക്ക് അതാണ്. പന്നിക്കുട്ടി കിടക്കുമ്പോൾ അവന് മനസ്സിലായി ഇനി വേറെ വഴിയില്ല, ഇനി വീട്ടിലേക്ക് പോവുക, ഇനി വീട്ടിലേക്ക് പോവുക. കുരിശി കിടക്കുമ്പോൾ അവന് മനസ്സിലായി, നല്ല കള്ളന് മനസ്സിലായി, ഇനി ഈ ഒടേ തമ്പുരാനെ മനസ്സിലായി, അത് ഇനി അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങ് പറയുക. അതാണ് അവന് മനസ്സിലായി. നെഞ്ചത്തടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാതെ മറ്റേ ചുങ്കക്കാരനും പ്രാർത്ഥിച്ചു. അതേ വഴിയുള്ളൂ, അതേ വഴിയുള്ളൂ. അതാണ് അങ്ങനെ നമുക്കൊരു നിക്കക്കളിയില്ലാതെ വരുമ്പോൾ ഇനി ചെയ്യേണ്ട വഴി അങ്ങനെ പറയുമ്പോൾ അനുതാപം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ അനുതപിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കും. നമ്മളൊരു ഇമോഷണൽ ബേസിലാണ് നമ്മുടെ സോറി പറച്ചിലെങ്കിൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടില്ല. റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ കർത്താവിന് മുമ്പിൽ നിൽക്കണം. കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കണം, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം. ധൂർത്തപുത്രന് മനസ്സിലായി, എനിക്കിനി അപ്പനാണ് എൻ്റെ സ്വത്ത് എന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താ? വീട്ടിൽ വന്നിട്ട് ഒന്നും ചോദിച്ചില്ല. നമ്മളിപ്പോഴും അനുതാപമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ തിരുത്താനൊന്നും തയ്യാറല്ല. പക്ഷെ നമ്മൾ പല പല കാര്യങ്ങളും നമുക്ക് വേണം. ജോലി വേണം, കുഞ്ഞ് വേണം, അതൊക്കെ എല്ലാം വേണം. ഒരു റിയൽ അനുതാപമുള്ള ഒരാൾക്ക് കർത്താവെ എനിക്ക് യോഗ്യതയില്ല കർത്താവെ എന്ന് പറഞ്ഞ് നിൽക്കുള്ളൂ. സംസാരം കുറയും. ഇവരുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ, സംസാരം കൂടുതലുള്ളൂ. ഇപ്പോൾ ഇവൻ ഈ ധനവാൻ ഇങ്ങനെ നരകത്തിൽ കിടക്കുമ്പോൾ എന്നാ സംസാര, എന്തൊരു സംസാര! അത് ജീവിച്ചിരുന്നപ്പോൾ അവൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നു. അതാണ് ഇത്. ആ വീടൊക്കെ പൊളിച്ച് പണിത് എല്ലാം ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചവനെ അവനെ ബൈബിൾ വിളിക്കുന്നത് ലൂക്ക 12:20 ഭോഷ. നീ ഇപ്പം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലടാ, നീ പ്രാർത്ഥിച്ചതൊക്കെ നേരത്തെ പ്രാർത്ഥിക്കണ, നീ മണ്ടനാ, നിന്നോട് പറഞ്ഞതല്ലേ നീ ഇതൊക്കെ ആരുടേതാകും എന്ന് ചോദിക്കുന്നത് പോലെ നമുക്ക് എപ്പോഴെങ്കിലും മരിക്കുമല്ലോ. ചിലരുടെ വിചാരം വേളാങ്കണ്ണി പള്ളിയിലാണ് കുമ്പസാരം സ്ഥാപിച്ചതെന്ന വിചാരം. വേളാങ്കണ്ണി പള്ളി വരാൻ വേണ്ടി കാത്തിരിക്കും കുമ്പസാരിക്കാൻ വേണ്ടി 1 വർഷം 2 വർഷം. അതിനുള്ളിൽ എങ്ങാനും മരണപ്പെട്ടു പോയാൽ ആത്മാവിൻ്റെ അവസ്ഥ. അപ്പം നമ്മുടെ നാട്ടിലെ പള്ളിയിലൊക്കെ ഇടവ വികാരി അച്ഛന്മാർ അവിടെ നിന്ന് കുമ്പസാരിപ്പിക്കുകയല്ലേ? കുമ്പസാരം വേളാങ്കണ്ണിയിലാണോ കണ്ടുപിടിച്ചത്, സ്ഥാപിച്ചത്? അതാണ്. അപ്പം നമുക്ക് പല കാര്യങ്ങളും പിടുത്തം വിടാനൊന്നും പറ്റുകയില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയത് കൊണ്ടാണ് ധനവാൻ അങ്ങനെ ഒരു പണി പറ്റിയത്. അപ്പം ലൂക്ക 16:27 ലാസറിനെ വീട്ടിലേക്ക് അയക്കണമേ. അപ്പോൾ അബ്രഹാം പറയുന്നത് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, ബൈബിളൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കായിരുന്നല്ലോ. നമ്മുടെ സിലബസ് എന്താ? നമ്മുടെ സിലബസ് ചരട് കെട്ടുക, തൂവാല കെട്ടുക, താക്കോല് കൂട്ടുക, അതാണ് നമ്മുടെ സിലബസ്. മുടി പഠിക്കുക, അതാണ് നമ്മുടെ സിലബസ്. തേങ്ങാമുറി കൊണ്ടുവന്ന് ഇങ്ങനെ നേർച്ച സമർപ്പിക്കുക, അതാണ് നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്നിട്ട് സിലബസ്. നമ്മുടെ സിലബസ് എന്താ? ഞായറാഴ്ച ആചരണം, കുംഭസാരം, കുർബാന സ്വീകരണം, വിശുദ്ധ ഗ്രന്ഥ വായന, പഠനം, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലുക, കൽപ്പനകൾ പാലിക്കുക, അതല്ലേ നമ്മുടെ സിലബസ്. സിലബസ് ഫോളോ ചെയ്ത് എങ്ങനെ പരീക്ഷ പാസ്സാവും? സിലബസ് ഫോളോ ചെയ്യാതെ എങ്ങനെ പരീക്ഷ പാസ്സാവും? പരീക്ഷ പാസ്സാകണമെങ്കിൽ സിലബസ് ഫോളോ ചെയ്യണ്ടേ? സിലബസിലില്ലാത്ത കാര്യങ്ങൾ രാപ്പകലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷ സമയത്ത് എന്തെഴുതും? സിലബസ് ഫോളോ ചെയ്യണം, സിലബസ് ഫോളോ ചെയ്യണം. അതാണ് അബ്രഹാം മോശ നിയമമൊക്കെ ഉണ്ടല്ലോ, അത് മതി, നിയമമുണ്ട്, അത് പാലിച്ചാൽ മതി. അതാണ് ഇനി പറയുന്നത്. മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നാൽ അത് അവർ കേൾക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും കേൾക്കാത്തവൻ പിന്നെ കേൾക്കണമെന്നില്ല. അപ്പോൾ അബ്രഹാത്തിന് മറുപടി അതാ. അപ്പം മരണശേഷം കുമ്പസാരിക്കാൻ പറ്റുകയില്ല. ആരും വിചാരിക്കരുത് മരണശേഷം സ്വർഗത്തിൽ ചെന്നിട്ട്
കർത്താവിൻ്റെ കാലെ വീണ് കർത്താവെ തെറ്റിപ്പോയി കർത്താവെ എന്ന് പറഞ്ഞ് സോറി പറയാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഈ നമ്മുടെ കർത്താവിന് രണ്ട് നയമില്ല. കാരണം കുമ്പസാരത്തിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ. കുറച്ച് പേർക്ക്, കുറച്ച് ധനവാന്മാർക്ക് നേരിട്ട് പറയുക, അങ്ങനെ സംഭവമില്ല. നേരിട്ട് സംഭവമില്ല. നമ്മുടെ PSC പരീക്ഷ വഴിയല്ലേ സർക്കാർ ജോലി. പക്ഷെ ചില മന്ത്രിമാർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പിൻവാതിലൂടെ കയറ്റും. അതനീതിയാ. പക്ഷെ നമ്മുടെ ദൈവം നീതിമാനാ. അതുകൊണ്ട് എല്ലാവർക്കും കുമ്പസാരത്തിലൂടെ പാപമോചനം. കുമ്പസാരിക്കണം. മരണം വരെ കുമ്പസാരിക്കാൻ അവസരമുണ്ട്. ഈശോ പറഞ്ഞിട്ടില്ലേ, ജാഗരൂകരായിരിക്കും, എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക, എല്ലാ മാസവും കുമ്പസാരിച്ച് പാപം ഇറക്കിക്കളയുക. കുമ്പസാരത്തിലൂടെ കിട്ടുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പാപമോചനം, ദൈവവരപ്രസാദം, ആന്തരിക സൗഖ്യം. ഇത് വെറുതെ കിട്ടുമോ? ഈശോ എന്നൊരാൾ നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തത് കൊണ്ടാണ് ദൈവപിതാവ് നമുക്കിതെല്ലാം തരുന്നത്. അപ്പോൾ നമ്മൾ കുമ്പസാരത്തിൽ മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റു പറയണം. അത് കുരിശിൻ്റെ ചവിട്ടി മുട്ടുകുത്തുന്നത് പോലെയാണ്. ഇനി പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, ഇനി ഞാൻ തെറ്റ് ചെയ്യൂല കർത്താവേ എന്നൊരു തീരുമാനം പറയണം. തീരുമാനം പറയുമ്പോഴാണ് ദൈവവരപ്രസാദം വർക്കൗട്ട് ആവുന്നത്. ദൈവവരപ്രസാദം അത് ആ ധൂർത്തപുത്രനിൽ, ഇളയ മകനിൽ അത് വർക്കൗട്ടായി. അതുകൊണ്ട് അവന് പ്രത്യാശ ഉണ്ടായി, എന്നെ അപ്പൻ വീട്ടിൽ കയറ്റും എന്ന പ്രത്യാശ ഉണ്ടായി. അവിടെ ചെന്നിട്ട് അവനൊന്നും ചോദിച്ചില്ല, എനിക്കൊന്നും വേണ്ട, അപ്പനെ മതി, എനിക്കൊന്നും വേണ്ട. നമുക്കിപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇനി മൂത്ത മകൻ പെറുപിറുത്തോണ്ടിരിക്കുമ്പോൾ ഇവന് വേണമെങ്കിൽ മറുപടി പറയാം, പക്ഷെ അവൻ പറയുന്നില്ല. അതാണ് ദൈവവരപ്രസാദത്തിൻ്റെ മറ്റൊരു റിസൾട്ടാണ് ആന്തരിക സൗഖ്യം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും, വർത്തമാനം കൂടും. അതാണ്. ഇനി അപ്പം 3ാമത്തെ ഇഫക്റ്റാണ് ആന്തരിക സൗഖ്യം. ആന്തരിക സൗഖ്യം ചുമ്മാ അങ്ങനെ വരികയൊന്നുമില്ല. പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി കുരിശിൻ്റെ ചുവട്ടിലാണ് മുട്ടുകുത്തി നിൽക്കുന്നതെന്ന് കരുതി നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ പാപചിന്തകൾ, ഓർമ്മകൾ, മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള വിഷമങ്ങൾ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ, അങ്ങനെ പ്രാർത്ഥിക്കണം. ഇതാണ് ഈ 3 ഇഫക്റ്റ്. അത് വെറുതെ കിട്ടും? എവിടെയെങ്കിലും പോയാൽ മേടിക്കാൻ കിട്ടുമോ? ഇത് കുമ്പസാരത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ചിലരുടെ വിചാരം നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്കത് വീട്ടിൽ വരുന്നത് KSB വഴി, പോസ്റ്റ് വഴിയാണ്. അല്ലാതെ മൂലമറ്റത്തെ പവർ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് എനിക്ക് കറണ്ട് വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടുകയില്ല. അത് ആ സംവിധാനത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് പാപമോചനം കുമ്പസാരം എന്ന സംവിധാനത്തിലൂടെ മാത്രമേ കിട്ടൂ. നമുക്കതിനുള്ള അവസരമുണ്ട്. മരണം വരെ കുമ്പസാരിക്കാം, മരിച്ചു കഴിഞ്ഞാൽ കുമ്പസാരിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ചിന്തയുണ്ടാകട്ടെ. മരണശേഷം കിടന്ന് പെടാപ്പാട് പെട്ടിട്ട് കാര്യമില്ല. ശുദ്ധീകരണ സ്ഥലം വഴിയേ നമ്മൾ പോകൂ. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് പെട്ടുപോയാൽ ആരെങ്കിലും പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചിന്തിക്കുക. കുമ്പസാരിക്കൂ മനമേ കുമ്പസാരിക്കൂ, ദൈവസന്നിധേ വന്നു കുമ്പസാരിക്കൂ. കുമ്പസാരിക്കൂ മനമേ കുമ്പസാരിക്കൂ, ദൈവസന്നിധേ വന്നു കുമ്പസാരിക്കൂ. ചെയ്തു പോയതാം ദൈവദോഷങ്ങളോർത്ത് കണ്ണീരൊഴുക്കൂ, മനസ്തപിക്കൂ. ചെയ്തു പോയതാം ദൈവദോഷങ്ങളോർത്ത് മനസ്തപിക്കൂ, കണ്ണീരൊഴുക്കൂ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നല്ല കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാൻ. അമ്മ എത്ര സുന്ദരമായിട്ടാണ് ആ ദൈവദൂതൻ വന്ന് നിൽക്കുമ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. എത്ര സുന്ദരമായിട്ടാണ് മറിയം ആ സാഹചര്യത്തോട് റിയാക്ട് ചെയ്തത്. കുരിശിൻ ചുവട്ടിൽ നിന്ന് ആ കിട്ടിയ അവസരം പാഴാക്കാതെ, പലരും ഓടിക്കളഞ്ഞപ്പോൾ മറിയവും യോഹന്നാനും ഒക്കെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അവസരം പ്രയോജനപ്പെടുത്തിയതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ കുർബാന, കുമ്പസാരം, കുർബാന സ്വീകരണം, ഇതെല്ലാം പ്രയോജനപ്പെടുത്താൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.